കോൺക്ലേവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഊഹാപോഹങ്ങളും അതോടൊപ്പം തന്നെ തെറ്റായ വാർത്തകളും മാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അടുത്ത മാർപ്പാപ്പ ആരായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കർദിനാൾമാരുടെ ഫോട്ടോ സഹിതം പല മാധ്യമങ്ങളും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 2000 വർഷത്തെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ പറയുന്ന വ്യക്തികളെ അല്ല പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കാറ്. ദൈവം നിശ്ചയിക്കുന്ന, സ്വർഗം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തികളെയാണ് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 2013 കോൺക്ലേവ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. BBC-യും ലോകത്തിലെ ഏറ്റവും പ്രഥമമായ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത 4, 5, 8, 11 കർദിനാൾമാരുടെ പേരും ഫോട്ടോകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിലാനിലെ ആർച്ച് ബിഷപ്പ് കർദിനാളായ സ്കോള 100% മാർപ്പാപ്പയായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ലിസ്റ്റിൽ ഒരു വ്യക്തിയുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കർദിനാൾ ജോർജ് ബർഗോളി ആയിരുന്നു. അദ്ദേഹമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഈ കർദിനാൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ആ മാർപ്പാപ്പ, പുതിയതായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന മാർപ്പാപ്പ ആരാണെന്ന് അറിയാതെ ആ മാർപ്പാപ്പയുടെ പേര് ഫ്രാൻസിസ് ഒന്നാമൻ ആയിരിക്കുമെന്ന് പ്രവചനം നടത്തിയ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭിക്ഷാടകനായ, അല്ലെങ്കിൽ വഴിയരികിൽ താമസിക്കുന്ന ഒരു ഹോംലെസ് ആയിട്ടുള്ള ഒരു പാവപ്പെട്ട കൂലി പിടിച്ചൊരു മനുഷ്യൻ സിസ്റ്റൈൻസ് ചാപ്പലിൽ നിന്നും പുക ഉയരുമ്പോ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിൽ കഴുത്തിൽ ഒരു പ്ലാക്കാർഡും കെട്ടി തൂക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫ്രാൻചെസ്കോ ഒന്നാമൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ്, കോൺക്ലേവിന് മുമ്പ് പ്രവചനം നടത്തിയ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും ജ്ഞാനം നൽകി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും നമ്മളുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിലേക്ക് വരാം. കോൺക്ലേവിനെ കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും നമ്മൾ ഒരിക്കലും ഊഹാപോഹങ്ങൾക്ക് ഇടം കൊടുത്തുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് ഫിക്സ് ചെയ്ത് നമ്മുടെ ചിന്തകൾ വിടേണ്ട കാര്യമില്ല. ഓരോ കാലഘട്ടത്തിന്റെയും ആവശ്യമനുസരിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് കോൺക്ലേവിൽ കർദിനാൾമാർക്ക് ആത്മീയമായ പ്രചോദനം കൊടുത്ത് ഓരോ വ്യക്തിയെയും തെരഞ്ഞെടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞ കർദിനാൾ ജോർജ് ബർഗോളിയെ തെരഞ്ഞെടുക്കപ്പെടുന്നത് 5ാം റൗണ്ടിലെ വോട്ടെടുപ്പിലാണ്. ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം മാർപ്പാപ്പയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ കോൺക്ലേവിന് വേണ്ടി നമ്മൾ ചോദിച്ചതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ കൂടുതലായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം തിരുസഭ ഇപ്പോ കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ സേദെ വെക്കാന്തെ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അഡ്മിനിസ്ട്രേഷൻ എല്ലാം നിലച്ചിരിക്കുന്നു. ഇപ്പോൾ വത്തിക്കാനിൽ അധികാരികളായിട്ട് ഒഫീഷ്യലി മാർപ്പാപ്പയില്ലാത്തൊരവസ്ഥയാണ്. കബർലങ്കയാണ് അതിന്റെ ചാർജ്, കർദിനാൾ കെവിൻ ജോസഫ് ഫാരൽ. അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തിരുസഭയ്ക്ക് വേണ്ടി. എല്ലാ ദൈവമക്കളും തിരുസഭയെ ബലിയർപ്പിക്കുമ്പോൾ, ജപമാലകൾ ചെല്ലുമ്പോൾ, കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കൂടുതൽ പ്രാർത്ഥനകൾ കോൺക്ലേവിന് വേണ്ടി ഉയർത്തി നമ്മുടെ കർദിനാൾമാർ വലിയ പ്രാർത്ഥനയോടുകൂടി ഈ ഒരു തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മൊമെന്റിലേക്ക് ഒരുങ്ങുവാൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്വമെന്ന് ഞാൻ കരുതുകയാണ്. ഓക്കെ, താങ്ക് യു അച്ഛ. അച്ഛൻ അവസാനം പറഞ്ഞ വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് അടുത്തത് ആര്, 5, 8, 10, 12 പേരുടെ ലിസ്റ്റുകൾ പുറത്തു വരുന്നു. പക്ഷെ അവിടെയൊന്നല്ല, അത് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതിനു മുമ്പ് മാധ്യമങ്ങൾ പലതും പ്രവചിച്ചൊന്നുമല്ല സഭയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാണ്ട് പല ആളുകളും ആ വാർത്തകളുടെ പുറകെ പോകുന്നുണ്ട്. പക്ഷെ അവിടെയല്ല, ഇത് തീരുമാനിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തീരുമാനിക്കുന്ന പോലെ സഭയിൽ നടക്കും. അത് വളരെ അർത്ഥവത്തമാണ്. ഈ ഒരു സമയത്ത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞതും. എന്തായാലും ഒരുപാട് നന്ദി അച്ഛ. ഈ ഒരു മണിക്കൂറിലെ പ്രത്യേക അപ്ഡേറ്റുകൾ ഞങ്ങൾക്ക് നൽകിയതിന്. വീണ്ടും അച്ഛനിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം തിരുസഭയ്ക്ക് വേണ്ടി. താങ്ക് യു.